நண்பர்களே, இப்போ உம்ரா பண்றதுக்காக வேண்டி ஊர்ல இருந்து இந்தியால இருந்து இங்க வந்திருக்காங்க. அவங்கள வந்து நம்ம சின்னதா ஒரு பேட்டி மாதிரி எடுக்கலாம். அவங்க என்னென்ன சொல்றாங்க அப்படிங்கறத நம்ம கேட்டு இந்த வீடியோல நம்ம பதிவு பண்ணலாம். வாங்க அவங்க கிட்டே நம்ம கேட்கலாம். அஸ்ஸலாமு அலைக்கும். അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. எப்படி இருக்கீங்க? ഞങ്ങൾ ഇന്ത്യയിൽ കേരളയിൽ ഇരിക്കുന്നത്. കേരളയിൽ നിന്ന് ഉംറക്ക് വന്നതാ. நல்லா இருக்கீங்களா? ആ சரி. അൽഹംദുലില്ലാ. കേരളയിൽ എന്ത് ഇടം? കേരളയിൽ ഞങ്ങൾ പള്ളിയിൽ മലപ്പുറം ജില്ലയിലാണുള്ളത്. മലപ്പുറം. ഓക്കേ. എത്ര പേര് വന്നിരിക്കുന്നു? 50 പേരുണ്ട് ഞങ്ങളെ കൂട്ടത്തിൽ. 50 പേര്. ആ. ഒരേ ഫ്ലൈറ്റാ? ആ, ഒരേ ഫ്ലൈറ്റിലാ. ഒരേ ഫ്ലൈറ്റ്. ഒരു എത്ര ദിവസമായി? ഞങ്ങൾ വന്നിട്ട് 4 ദിവസമായി. 4 ദിവസം. ഉംറ എല്ലാം കളിച്ചു? 3 ഉംറ ചെയ്തു. ഇനി എല്ലാ ദിവസവും ഉംറ ചെയ്യും. നാളെയും മറ്റന്നാളും ഒക്കെ ഉംറ ചെയ്യും. ഇന്നിപ്പോ ഞങ്ങൾ അറഫ, മീന, മുസ്ദലിഫ പോലത്തെ സ്ഥലങ്ങളൊക്കെ പോയി ജബലുന്നൂർ, ജബലു സൗറൊക്കെ കണ്ട് അള്ളാഹിന്റെ റസൂൽ ഉംറക്ക് ഇഹ്റാം ചെയ്ത ജഹ്റാനയിൽ നിന്ന് ഇഹ്റാം ചെയ്തുകൊണ്ട് തിരിച്ചു വരികയാണ്. ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് തവാഫിനും സൈനും പോകും. നാളെ രാവിലെ ഞങ്ങൾ എന്ത് ചെയ്യും? സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റിട്ട് ഖുർആൻ ഇറങ്ങിയ മലയുണ്ടല്ലോ ജബലുന്നൂർ, അത് കയറാൻ പോകും. അത് കയറിയിട്ട് സുബഹി നിസ്കാരം അതിന്റെ മുകളിൽ നിന്ന് നിർവഹിച്ച് ഇവിടെ വന്നിട്ട് നാസ്ത കഴിക്കും. നാളെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഉംറക്ക് പോകും. അങ്ങനെയാണ്. എത്ര ദിവസം ഉംറ? ഇവിടെ 10 ദിവസം പോകുമ്പോൾ 10 ദിവസം ഉംറ എടുക്കും. 10 ഉംറ എടുക്കും. ഇല്ലല്ല, അതല്ല പറയും. മൊത്തം ടോട്ടൽ എത്ര ദിവസം ഉംറ? എത്ര ദിവസം ഉംറ പറഞ്ഞാൽ 10 ദിവസമാണ് ഇവിടെ താമസിക്കുക. മൊത്തം ടോട്ടൽ 15 ദിവസം. 15 ദിവസത്തെ പാക്കേജ്. അതിൽ 2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര. ബാക്കി ഇവിടെ 10 ദിവസം. 3 ദിവസം. 3 ദിവസം. ഒരു ദിവസം വരാനും ഒരു ദിവസം പോകാനും നാട്ടിൽ. ഇവിടെ ജിദ്ദ എയർപോർട്ടിലാണ് പോകുമ്പോൾ ജിദ്ദ എയർപോർട്ടിന്. മദീനയിൽ നിന്ന് നേരെ ജിദ്ദ എയർപോർട്ടിൽ പോകും. അതെ. ഒരാൾക്ക് മൊത്തം 85,000 രൂപ. 85,000. ഫ്ലൈറ്റ് കോഴിക്കോട്. കേരള കോഴിക്കോട് ജിദ്ദ ഡയറക്റ്റ് ഫ്ലൈറ്റ്. சரி. 85. சாப்பாடு உண்டா? இல்ல, சாப்பாடு, ஃபுட், அக்கமடேஷன் அடக்க எல்லாம் உண்டு. அதுல 3 உம்ரையும் அதுல ஃப்ரீ படும். சரி, ஓகே. டிராவல்ஸ்க்கு இப்ப எங்கயாவது போணும், ஏதாவது സ്ഥലத்துக்கு போணும்னா அதுக்கு പൈസ എക്സ്ട്രാ പോകുന്നു. 3 ഉംറ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ജിദ്ദയിൽ പോകും, തായിഫിൽ പോകും. അതിനൊക്കെ എക്സ്ട്രാ പിന്നെ അവിടുന്ന് പോരുമ്പോൾ ഇഹ്റാം ചെയ്ത് ഉംറ എടുക്കും. അതിന് എക്സ്ട്രാ പൈസ വേറെ മേടിക്കും. അതായത് പോകുന്ന ബസ്സിന് എത്രയാണോ ചെലവഴിച്ച് അപ്പൊ ആ പൈസ വാങ്ങും. சரி, ഓക്കെ. ഇത് அதுக்கு பேர் என்ன பேரு? സിയാറത്ത് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ മക്ബറ എന്ന് പറയുന്ന ജനത്തിൽ മുതൽ ഇവിടുന്ന് നടന്നു പോകാനേ ഉള്ളൂ. മറ്റേ സിയാറത്ത് പറഞ്ഞ കമ്പനിയിൽ പെട്ടു. ഇന്നിപ്പോ അറഫ, മീന, മുസ്ദലിഫൊക്കെ സിയാറത്ത് ചെയ്ത് ഞങ്ങൾ ഓൾറെഡി. ഇനി ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലമാണ്. പാക്കേജിൽ പെട്ടുപോയി. അതൊക്കെ പെട്ടുപോയി. ഫുഡ് ഒരു 3 ഐറ്റംസ് ഭക്ഷണം. സാധാ ചോറുണ്ടാവും, ബിരിയാണി ഉണ്ടാവും, അതോടുകൂടെ തന്നെ 2 3 കറി ഉണ്ടാകും. പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ രാവിലെ ആണെങ്കിൽ ചപ്പാത്തി, പൊറാട്ട, ഏതെങ്കിലും 3 ഐറ്റംസ് കടി ഉണ്ടാകും, 2 ഐറ്റംസ് കറി ഉണ്ടാകും. പിന്നെ കഞ്ഞി ഉണ്ടാകും. നമ്മളെ കേരളത്തിലുള്ള ആളുകൾക്ക് ആവശ്യമുള്ള കഞ്ഞി. ഞങ്ങളുടെ സർവീസിന്റെ പേര് മബ്രൂർ ട്രാവൽസ് എന്നാണ്. പിന്നെ ഇത് അരീബ ട്രാവൽസ് ആണ് നമുക്ക് ഈ ബാഗ് തരുന്നതും അതുപോലെ തന്നെ ഈ സർവീസ് വിസ അടിക്കുന്നതും ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് അവരെ ബാഗാ കൊടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് മബ്രൂർ എന്നാണ്. ഗ്രൂപ്പിന്റെ പേര് മബ്രൂർ. ഇത് നമുക്ക് വിസ ഇഷ്യൂ ചെയ്യുന്ന പിന്നെ ടിക്കറ്റ് എടുക്കുന്ന ആളുകളാണ്. ഇതാണ് ഞങ്ങളുടെ ട്രാവൽസിന്റെ. ഇതാണ് ഞങ്ങൾ ട്രാവൽസ്. ഇതാണ് നാട്ടിലുള്ള ട്രാവൽസ്. അതെ അതെ അതെ. സൂപ്പർ. ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് മക്കാക്ക് വന്നാ ഇല്ല ഇതിന് മുമ്പ് ഉംറ വന്നാ? ഇല്ല, ഇവര് ഹാജിമാരിൽ ഭൂരിഭാഗം ആളുകൾ ആദ്യമായിട്ട് വരുന്നവരാണ്. ഞാൻ എല്ലാ മാസവും ഇവിടെ വന്നിട്ട് സർവീസ് നടത്തി അമീറായിട്ട് വന്നിട്ട് ഇവർക്ക് നേതൃത്വം കൊടുത്ത് പോകുന്ന ആളാണ്. ഞാൻ 20 വർഷം ഇവിടെ ആയിരുന്നു. ഇപ്പൊ 2017 മുതൽ ഗൾഫ് നിർത്തിയിട്ട് എല്ലാ മാസവും ഇങ്ങനെ വരുത്താണ്. കാണിച്ചു കൊടുക്കും. നമ്മൾ കാണിച്ചു കൊടുക്കും. അൽഹംദുലില്ലാ, എല്ലാം ഹാപ്പിയാണ്. അൽഹംദുലില്ലാ, റാഹത്താണ്. ഇല്ല, വയസ്സ് ചെറുപ്പക്കാരുണ്ട്, കുട്ടികളുണ്ട്, പ്രായം ചെന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട മക്കളാണ്. നിങ്ങൾ ചില തகവൽ കൊടുത്തിരിക്കீங்க, ഡീറ്റെയിൽ കൊടുത്തിരിക്കீங்க. ரொம்ப நன்றி. வேற கேரளா ஆட்காருக்கும் தமிழ் ஆட்காருக்கும் இது ரொம்ப ஹெல்ப்பா இருக்கும்னு நினைக்கிறேன். ரொம்ப நன்றி. இன்ஷா அல்லாஹ். சந்தோஷம். தேங்க்யூ.